അതെ, അടുക്കളയിൽ പോയാലോ? വായോ, നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കണം നോക്കാം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ഒരു കഷ്ണം, വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചെറുതാക്കി അരിഞ്ഞു. പിന്നെ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് നോക്കാം. പുളി, കുറച്ച് ഒന്ന് രണ്ട് കൊല്ലം പഴക്കമുള്ള ഒരു പുളിയാണേ. അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി ഓൾറെഡി പറഞ്ഞതാണ്. പച്ചമുളക് ഒരു 10-15 പച്ചമുളകും കറിവേപ്പിലും വറ്റൽമുളകും ഓൾറെഡി ഞാൻ അതൊക്കെ എടുത്ത് അവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടിട്ട് അവിടെ കിടന്നിട്ട് കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷമാണ് ഞാൻ കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ഇടുന്നത്. അതൊന്ന് അത് കിടന്നൊന്നിങ്ങനെ ചൂടായെന്ന് തോന്നിയപ്പോൾ ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും കൂടെ കട്ടിംഗ് ബോർഡിൽ മേലെ ഇരുന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കി, ഒന്ന് ചെറിയ കളറ് മാറും. അതിൻ്റെ ഇടയിൽ ഞാൻ കളറ് മാറുന്ന നേരം കൊണ്ട് ഞാൻ പുളി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം. ഈ ഒരു എന്താ പറയുക, ഗോൾഡൻ കളറ്, അതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കളറായപ്പോൾ ഞാൻ ആ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം എടുത്തിട്ട് പാത്രത്തിലേക്ക്, മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിവിടെ കിടക്കട്ടെ. ഇത് ഒഴിച്ച അപ്പം തന്നെയാണ് കേട്ടോ നമ്മളിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി പാകത്തിന് ഞാനൊരു 1.25 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടുള്ള കാരണം മുളക് പൊടി അധികം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടോളോ. കല്ലുപ്പാണ് ഇടുന്നതെങ്കിൽ ശ്രദ്ധിച്ചിടണം. ഉപ്പ് പെട്ടെന്ന് കയറും. പിന്നെ ശർക്കര, ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കര 2 അച്ചാണ് ഞാൻ ആദ്യം ഇട്ടത്. പിന്നെ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഞാൻ ഇട്ടു. അങ്ങനെ 3 ശർക്കരയുടെ അച്ചിട്ടിട്ടാണ് എൻ്റെ പുളിഞ്ചി നല്ല അത്യാവശ്യം മധുരം. ഇവിടെ കുട്ടികൾക്ക് മധുരമാണ് ഇഷ്ടം. പുളി മുന്നിൽ നിൽക്കുന്നത് പുളിഞ്ചിയിൽ ഇഷ്ടമല്ല. അപ്പോൾ മധുരം കുറച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 ഇട്ടു. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകാറായി തുടങ്ങിയപ്പോൾ കായം ഇല്ലേ, കായത്തിൻ്റെ പൊടി ഞാനിട്ടു. അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. നല്ല അടിപൊളിയായിട്ട് കുറുകാർ തുടങ്ങി. ചിലവർക്ക് ഇത് ഈ ഒരു പരിവായിരിക്കും ഇഷ്ടം, കുറച്ചിങ്ങനെ വെള്ളം പോലെ. ചിലവർക്ക് കുറച്ച് കട്ടി വേണം. എനിക്ക് കുറച്ചും കൂടി കട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്നും അധികം കട്ടിയായിട്ടില്ല. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് കട്ടി കൂടുതൽ വേണ്ടാത്തവർ പെട്ടെന്ന് ഓഫ് ചെയ്യണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലെ ചൂട് പെട്ടെന്ന് പോവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചൂടായിരുന്നു കട്ടിയും ആയിക്കൊണ്ടിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.